എടാ മോനെ, ഇന്ന് ഉച്ചക്ക് ഗീതുവിന്റെ അച്ഛനും അമ്മയും വരണ്ടത്രേ. അതമ്മേ പെട്ടെന്ന് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒന്നുമില്ലടാ, അവളെ കാണാൻ വേണ്ടി വരിക. എത്ര നല്ല വീടും വീട്ടുകാരല്ലേ. പറയുകയാണെങ്കിൽ അവളുടെ ഭർത്താവ് ഗൾഫിലാ, എന്നിട്ട് അവള് അവിടെ പോയി നിൽക്കലുണ്ടാ. ഇവിടത്തെക്കാളും ഇത്ര സൗകര്യം ഉണ്ട് അവിടെ, എന്നിട്ടും കുട്ടി ഇവിടെ തന്നെയല്ലേ നിൽക്കുന്നത്. അതാണ് മരുമകള്. അപ്പം അവൾ അങ്ങോട്ടൊന്നും പോവാത്തോണ്ടാ അവരിപ്പോൾ ഇങ്ങോട്ട് കാണാൻ വേണ്ടി വരുന്നത്. എന്നാൽ നീ ഞായറാഴ്ചയായിട്ടേ ആ ക്രിക്കറ്റും കുന്നത്തിനൊന്നും പോകണ്ട. കുറച്ച് മീനോ ചിക്കനോ മട്ടനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങിട്ട് വാ. ആ കൂടി ഗീതുവിന്റെ അച്ഛനും അമ്മയല്ലേ വരുന്നുള്ളൂ. അതിന് തന്നെ ചിക്കനും മട്ടനും മീനൊക്കെ വേണമെങ്കിൽ കുറച്ച് ചിക്കൻ എടുത്തിട്ട് വരാം. അതൊന്നും പോരാ, അവര് വലിയ പൈസക്കാരാ. ഇത്രയും ഉണ്ടായിട്ടും നമ്മുടെ ഈ കുടുംബത്തിലേക്ക് വേണ്ടിയിട്ട് ആ കുട്ടിനെ കെട്ടിച്ചു തന്നില്ലേ, അതന്നെ വലിയ കാര്യം മോനെ. അവർ വരുമ്പോൾ ഈ ചിക്കൻ മാത്രം കൊടുക്കുന്നത്. എന്തായാലും ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ വാങ്ങിച്ചോ. പിന്നെ ആ നാരായണേട്ടൻ്റെ പുഴയത്തെ ഷോപ്പിൽ മുരുവുണ്ടാകും, അതും കൂടി കിട്ടിയാൽ വാങ്ങിക്കേ. ഗീതുവിന്റെ വീട്ടുകാർ വരുമ്പോൾ ഇങ്ങനെ സൽക്കരിക്കുന്നതിൽ ഒരു കുഴപ്പമില്ലമ്മേ, എനിക്ക് സന്തോഷമുള്ളൂ. ഞാൻ എന്ത് വേണമെങ്കിലും വാങ്ങിത്തരും. പക്ഷെ അതേപോലെ തന്നെ എൻ്റെ ഭാര്യൻ്റെ വീട്ടുകാർ വരുമ്പോഴേ അമ്മ ഇതുപോലെ ഈ ആവേശം കാണിക്കുന്നില്ല. അതുകൊണ്ട് പറഞ്ഞതാണ്. കല്യാണം കഴിഞ്ഞിട്ട് 5 മാസമായിട്ട് ആ കൂടെ ഒരു തവണയല്ല അവർ ഇങ്ങോട്ട് വന്നുള്ളൂ. എന്നിട്ട് അന്ന് 2 കിലോ ചിക്കൻ മേടിച്ചതിന് എന്തിനാ ഇത്രയും പൈസ ചിലവാക്കുന്നില്ല എന്നോട് ചോദിച്ച്. പോട്ടെ, അവർ വന്നിട്ട് തിന്നാൻ കൊടുത്തില്ല, ഒന്നും കുഴപ്പമില്ല. അവർ പ്രായമായ ആൾക്കാരാണ്, ഒന്നും വേണ്ട. പക്ഷെ വരുമ്പോൾ ഒന്ന് അവരോട് എന്താ വിശേഷം പറഞ്ഞിട്ട് ഒന്ന് സംസാരിച്ചിരുന്നൂടെ? അവർ വന്നത് അമ്മ വാതിലടച്ച് അതിൻ്റെ അകത്ത് കയറിയിരുന്നാണല്ലോ. എന്നിട്ട് എന്നോടൊരു ചോദ്യം, നിന്റെ ഭാര്യ വീട്ടുകാർ പോകുന്നില്ലേന്ന്. എന്തിനാ ഈ 2 മരുമക്കളുടെ വീട്ടുകാരെ വേർതിരിച്ച് കാണിക്കുന്നത്? അതുകൊണ്ട് പറഞ്ഞതാണ്. എന്നാലും വല്ലാത്ത ഭാര്യ തന്നെ നിന്റെ. ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ട് ഇതൊക്കെ നിന്റെ അടുത്ത് വന്ന് പറഞ്ഞിരിക്കുക. അവളുടെ വീട്ടുകാർ വന്ന സമയത്തേ എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു. അതാ വാതിലടച്ച് അങ്ങോട്ട് കിടന്നത്, അല്ലാണ്ട് വേറെ ഒന്നും അല്ല. എടാ, ഇപ്പൊ വരുന്നത് നിന്റെ അനിയന്റെ ഭാര്യന്റെ വീട്ടുകാരാ. അവൻ നാട്ടിലില്ലാത്തതല്ലേ, അപ്പൊ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് നിന്റെ കടമയല്ലേ. അതിങ്ങനെ കണക്ക് പറഞ്ഞുകൊണ്ട് നടക്ക. നല്ല ഏട്ടൻ തന്നെ. നീയേ എല്ലാം പോയിട്ട് വാങ്ങിട്ട് വാപ്പോ. ഇതാണ് ഞാൻ ഒന്നും പറയാത്തത്. എന്ത് പറഞ്ഞാലും എൻ്റെ ഭാര്യയ്ക്ക് പറ്റും. ഇതും പറഞ്ഞ ആ പാത്രം ദ്രോഹിക്കാണ്ടിരുന്നാൽ മതിയായിരുന്നു. മോളെ, വീട്ടുകാർ വന്ന് പോയിട്ട് എന്താ പറഞ്ഞത്? അവർക്ക് ഇവിടെയൊക്കെ ഇഷ്ടമായോ? ഇഷ്ടമാവാതിരിക്കോ? അമ്മ അങ്ങനെയല്ല അവർ ട്രീറ്റ് ചെയ്തത്. പിന്നെ ഞങ്ങളുടെ നാട്ടിൽ മുരുവൊന്നും കിട്ടില്ലേ, അപ്പോൾ ഇവിടുന്ന് കഴിച്ചപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ വിളിച്ചപ്പോൾ കൂടി അമ്മ അതാ പറഞ്ഞത്. അയ്യോ, എന്നാ പിന്നെ പറയണ്ടേ, കുറച്ചുകൂടി ഉണ്ടാക്കി തരില്ലായിരുന്നാ? മുരു ഇങ്ങനെ എല്ലാവർക്കും അങ്ങനെ പറ്റില്ലേ, ചിലർക്ക് ഈ തലകർക്കൊക്കെ വരും. അതാ പിന്നെ കുറച്ച് ഉണ്ടാക്കിയത്. നമുക്കൊരു കാര്യം ചെയ്യാം, രാകേഷിൻ്റെ അടുത്ത് പറഞ്ഞിട്ടേ ആ നാരായണൻ്റെ ഷോപ്പിൽ നിന്ന് കുറച്ചുകൂടി മുരു വാങ്ങിയിട്ട് വരാൻ പറയാം. നേരാക്കിയിട്ട് കൊടുത്തു വിട്ടാൽ പോരെ? അല്ലെങ്കിൽ വേണ്ട, കറി വെച്ചിട്ട് തന്നെ മോളുടെ വീട്ടിലേക്ക് കൊടുത്തു വിടാം. അതൊന്നും വേണ്ടമ്മേ, അവരങ്ങനെ നോൺ വെജ് ഒന്നും കഴിക്കാത്തതാ. പക്ഷെ കഴിച്ചപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു, അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും അടുത്ത വരത്തിന് നമുക്ക് അടിപൊളിയാക്കാം. എന്നാലും അവർക്ക് ഇത്രയും ഇഷ്ടപ്പെട്ടിട്ട് നമ്മളത് കുറച്ചല്ലേ ഉണ്ടാക്കി കൊടുത്തുള്ളൂ പറഞ്ഞപ്പോഴേ ഒരു സമാധാനം കിട്ടണില്ല. നീ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാവാൻ വേണ്ടിട്ടല്ലേ ഇപ്പം വേണ്ട വേണ്ട എന്നൊക്കെ പറയണത്. അവ എവിടെയോ പോയതാ. എന്തായാലും വരട്ടെ, ഞാൻ എന്തായാലും കറി ഉണ്ടാക്കിയിട്ട് കൊടുത്തു വിടുന്നുണ്ട്. ആ ചേച്ചി, അത് കഴിഞ്ഞിട്ടേ ഞാൻ ഇന്നലെ അമ്പലത്തിൽ പോയ ഡ്രസ്സ് റൂമിലുണ്ട്. അത് മെഷീനിൽ ഇടാൻ പറ്റില്ല. അപ്പോൾ ആ ലിക്വിഡിലൊന്ന് മുക്കിയിട്ട് ഒന്ന് പുറത്തിടോ. ഇന്നിപ്പോൾ വെയിലും കുറവല്ലേ. ആകെ ഇതോ ഞാൻ ചെയ്യാം. നീ എൻ്റെ തുണിയൊക്കെ മെഷീനിൽ ഇട്ടതാണല്ലോ അല്ലേ? ആ അമ്മേ, എല്ലാം ഇട്ടിട്ടുണ്ട്. പിന്നെ നീ ഉണ്ടാക്കിയ മുരുവറച്ചിയെ ഗീതുമോളുടെ വീട്ടുകാർക്ക് നന്നായി ഇഷ്ടപ്പെട്ടു എന്ന്. അവൻ വന്നിട്ടേ കുറച്ചുകൂടി മുരുവറച്ചി വാങ്ങിത്തരാ. നീ നേരത്തെ ഉണ്ടാക്കിയതിനേക്കാളും ഒന്നുകൂടി ടേസ്റ്റ് ആക്കി ഉണ്ടാക്കണേ, എന്നിട്ട് അവർക്ക് കൊടുത്തു വിടാനുള്ളതാ. ശരി അമ്മ. ഇത് ഗീതുവിൻ്റെ തുണിയല്ലേ? ഇതും കൂടെ എങ്ങോട്ടാ? ഇത് ഇന്നലെ അവൾ അമ്പലത്തിൽ പോകുമ്പോൾ ഇട്ട ഡ്രസ്സാ. ഇത് മെഷീനിൽ ഇടണ്ടാ പറഞ്ഞു. അപ്പോൾ ജസ്റ്റ് ഒന്ന് മുക്കിയെടുക്കാന്ന് പറഞ്ഞിട്ടാ. എൻ്റെ ദേവി, എനിക്ക് എത്ര പറഞ്ഞാലും മനസ്സിലായില്ല. ആ കുട്ടിൻ്റെ കൈക്കാൽക്ക് ഒരു പ്രശ്നമില്ലല്ലോ. ഈ വീട്ടിൽ തന്നെ ഇരിക്കല്ലേ, എവിടെയെങ്കിലും ജോലിക്ക് പോകണമെങ്കിൽ അത് കുഴപ്പമില്ല അറിയാം. എടാ, അവളോട് ചെയ്യാൻ പറ, അവളുടെ ഡ്രസ്സല്ലേ. നീ എന്തിനാ ഈ അവളുടെ ഡ്രസ്സ് എടുത്ത് തിരുമ്പി കൊടുക്കാൻ നിൽക്കുന്നേ? ഏട്ടാ, ഇതാ കൂടി 2 മിനിറ്റ് പണിയുള്ളൂ, എനിക്ക് കുഴപ്പമില്ല, ഞാൻ ചെയ്തോളാം. അത്രേ ഉള്ളൂ, അത് അവൾക്ക് ചെയ്തുകൂടെ? ഇതെന്താ അമ്മനെ ഡ്രസ്സ് തിരുമണം, അവളുടെ ഡ്രസ്സ് തിരുമണം, കിച്ചണിലെ പണി ചെയ്യണം, ഈ വീട്ടിലെല്ലാ പണി ചെയ്യണം. അല്ല, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കുറേയാ ഞാൻ ക്ഷമിക്കുന്നു. ആ 2 വെറുതെ തിന്നാൻ മാത്രമാ? എനിക്ക് പറയാൻ അറിയായിട്ടല്ല, ഞാൻ എന്തെങ്കിലും പറഞ്ഞാലേ അത് നീ പറഞ്ഞു വന്നിട്ടാണ് പറഞ്ഞിട്ട് വീണ്ടും പ്രശ്നം ഉണ്ടാക്കണ്ട പറഞ്ഞിട്ടാ. പക്ഷെ അതിങ്ങനെ വിട്ടാൽ ശരിയല്ലോ, കുറച്ച് കൂടുന്നുണ്ട്. ഏട്ടാ, ഒന്ന് പതുക്കെ പറയേ, അവര് കേൾക്കും.
അല്ലെങ്കിലും ഇതൊന്നും എനിക്കൊരു പണിയേ ഇല്ല. വീട്ടിൽ എത്ര വലിയ പണികളാണ് ഞാൻ ചെയ്യുന്നത്. ഒന്നെങ്കിലും നമ്മുടെ വീടല്ലേ, സാരല്ല ഏട്ടാ. പിന്നെ ഗീതുവിൻ്റെ വീട്ടുകാർക്ക് മുരു ഭയങ്കര ഇഷ്ടമായെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പം ഏട്ടൻ വന്നിട്ട് വാങ്ങിപ്പിച്ചിട്ട് കറി ഉണ്ടാക്കിയിട്ട് അവളുടെ വീട്ടിൽ കൊണ്ട് കൊടുക്കണമെന്ന് പറയണ കേട്ടോ. പറയില്ല, ഞാൻ കൊണ്ട് കൊടുക്കാം. ഇപ്പൊ ഏട്ടാ എന്തേട്ടാന്ന്? നിന്റെ വീട്ടുകാർ വന്നല്ലേ, എന്നിട്ട് അമ്മ ഇങ്ങനെയാണ് കാണിച്ചത്? എന്നെ ദേവിക നീ ഒരുപാട് താഴ്ന്നു കൊടുക്കില്ല ഏട്ടാ. കൂടി ചവിട്ടി താത്തി കളയും. കാണിച്ചു കൊടുക്കാം. ഓ അത് ശരി കേട്ടോ ഇരിക്കുക. അല്ല എനിക്ക് അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുകയാണേ, ഇതെന്താ ഇവിടുത്തെ എല്ലാ പണിയും കൂടി എൻ്റെ ഭാര്യനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് പോയിട്ട് സഹായിച്ചു കൊടുത്തൂടെ? ഞാൻ സഹായിക്കണില്ല നിന്റെ ഭാര്യ നിന്റെ അടുത്ത് പറഞ്ഞാ? ഓ അപ്പൊ ഇതായിരുന്നല്ലേ രണ്ടും കൂടി ഇത്രയും നേരം സംസാരിച്ചിട്ടുണ്ടായിരുന്നത്? കുറച്ച് മര്യാദക്ക് സംസാരിക്കാമേ. നിങ്ങൾ രണ്ടാളെ കുറിച്ച് മതി, എൻ്റെ ഭാര്യയ്ക്കില്ല. ഡാ നിർത്തടാ. ഞങ്ങൾ രണ്ടാളും കുനിഷ്ടം കുന്നാമിയും പറഞ്ഞ് നടക്കണമെന്നാണ് നിന്റെ വിചാരം? അമ്മ ഞങ്ങളെ പിന്നെ എന്തിനാ പറഞ്ഞത്? അല്ല അത് വീട് ഒരു കാര്യം ചെയ്യാം, അമ്മയ്ക്ക് വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ. മെഷീൻ മേടിച്ചിട്ടില്ലേ, അമ്മയുടെ തുണിയൊക്കെ എടുത്ത് മെഷീനിലിട്ടിട്ട് അത് ഉണങ്ങുമ്പോൾ എടുത്ത് അയലിലിട്ട് എല്ലാം എൻ്റെ ഭാര്യയെ കൊണ്ട് ചെയ്യിപ്പിക്കണ്ട. 3 പെണ്ണുങ്ങളില്ലേ, എല്ലാവരും വീട്ടിൽ തന്നെയാണല്ലോ. ഒരാൾ അടുക്കി തുടക്കി, ഒരാൾ ഇതാ കിച്ചണിൽ ചെയ്യട്ടെ, അങ്ങനെ മതിന് മുതൽ. ഓ അപ്പം ഗീതു മോളുടെ അടുത്ത് ഒരു പണിയും ചെയ്യിപ്പിക്കാണ്ടിരിക്കണത് നിനക്ക് പറ്റുന്നില്ല, അതിലടാ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കണത്? ആ അത് തന്നെയാണ് ഓടിക്കോ. അല്ല രണ്ടും അമ്മയുടെ മരുമക്കളല്ലേ, അവൾക്ക് മാത്രം ഇത്ര പ്രത്യേകത? എല്ലാം എൻ്റെ ഭാര്യ തന്നെ ഒറ്റയ്ക്ക് ചെയ്യണം? ആ പ്രത്യേകതയുണ്ട്. അവർ നമ്മളെ പോലെയാണാ? നല്ല പൈസക്കാരാ മോനെ. എന്തോ ഒരു ഭാഗ്യത്തിന് കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ രണ്ടാളും ഇഷ്ടത്തിലായതുകൊണ്ട് അവൾക്കാണെങ്കിൽ ഇവനെ തന്നെ മതി എന്ന് പറഞ്ഞതുകൊണ്ടല്ലേ വീട്ടുകാർ ഇവൻ്റെ കല്യാണം നടത്തിയത്. ആ സമയത്ത് ജോലിക്ക് പോകുമ്പോഴേ ഇവന് 22,000 രൂപയാണ് നാട്ടിലെ ശമ്പളം. ഇപ്പം അവൻ്റെ അച്ഛൻ്റെ കെയർ ഓഫിൽ എന്തൊക്കെയോ ആയിട്ടല്ലേ ദുബായിൽ നല്ല ശമ്പളവും കാര്യങ്ങളൊക്കെ ആയത്. 1,00,000-ന് മേലെയാണ് ഇപ്പോൾ വാങ്ങിക്കണത്. അപ്പോൾ നമ്മൾ അവൻ്റെ വീട്ടുകാരുടെ അടുത്ത് നന്നായി കടപ്പെട്ടിരിക്കണം. അവൻ അവിടെ 1,00,000-ന് മുകളിൽ സാലറി ഉണ്ടെങ്കിൽ അത് അവനും ഇവൾക്ക് വേണ്ടി തന്നെയല്ലേ, നമുക്ക് ഉപകാരമൊന്നുമില്ലല്ലോ. ആ കൂടി 10,000 രൂപയല്ലേ ഒരു മാസം ഈ ചെലവിന് തരുന്നുള്ളൂ വീട്ടില്. അതിനേക്കാളും കൂടുതൽ ഞാനിവിടെ ചെലവാക്കുന്നുണ്ടമ്മേ. അതൊന്നും അമ്മയ്ക്ക് കണക്കില്ലാലോ. ഇനിയിപ്പോൾ കൊമ്പത്തെ പൈസക്കാരാണെങ്കിലും ഭർത്താവിന് 1,00,000-ന് മുകളിൽ സാലറി പറഞ്ഞിട്ട് ഇവിടുത്തെ പണിയൊന്നും ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ പറയും, അവരോട് ഒരു വേലക്കാരനെ വെക്കാൻ പറയും, എന്നിട്ട് ആ പൈസ അവരോട് കൊടുത്തോട്ടെ. ഡാ മതി നിർത്ത്. നിനൊന്നും സംസാരിക്കാതാണല്ലോ ഇപ്പൊ എവിടേക്ക് എങ്ങനെ കേറി പോണത്? അല്ല അവനെ പോലെ പ്രേമിച്ച് കെട്ടിയതാണല്ലോ നീയും. എന്നിട്ട് എന്താ അവളുടെ അവിടുത്തെ മഹിമ? ആ 4 ആൾക്കാരിനെ ആ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റോടാ? ഓവറായിട്ട് ഒരാൾ ചവിട്ടി താത്തല്ലമ്മേ. എല്ലാവർക്കും ഒരേപോലെ ഒന്നും ആകാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ അവളുടെ വീട്ടിൽ എന്താ കുഴപ്പം? ഈ അമ്മയ്ക്ക് ഈ പത്രാസം കൊണ്ട് അങ്ങോട്ട് വരാൻ പറ്റില്ലെങ്കിൽ വരണ്ട, ഭർത്താവായി ഞാൻ പോയിക്കോളാം, പോരെ? ദാ ഈ തർക്കുത്തരം കാരണം തന്നെയാ നിന്റെ ജീവിതം ഇപ്പൊ ഇങ്ങനെ ആയത്. പാടി ഞാനൊന്ന് പറഞ്ഞില്ലേ ഈ ബന്ധം വേണ്ടാന്നുള്ളത്. എന്തായാലും പ്രേമിച്ചു, എന്നാ പിന്നെ നിന്റെ അനിയനെ പോലെ നല്ലൊരു പെണ്ണിനെ നോക്കിക്കൂടായിരുന്നോ? ഇതിപ്പോ ഒരു ഗതിയില്ലാത്ത ഇനിയും കൊണ്ടുവന്നിട്ട്. അന്നേ നിന്റെ അനിയന്റെ കല്യാണം ഏട്ടനേക്കാളും മുമ്പ് നടത്തണ്ടെന്ന് പറഞ്ഞിട്ടാ ഞാൻ അപ്പോഴത്തെ ഇതിന് സമ്മതിച്ചു തന്നത്. അല്ലാണ്ട് നിന്റെ ഭാര്യ വീട്ടുകാരനെ ബോധിച്ചിട്ടൊന്നുമല്ല. എടാ അവൾക്കോ അവളുടെ വീട്ടുകാർക്കോ ഈ വീടുമായിട്ടുള്ള ബന്ധ സ്വപ്നം കാണാൻ പറ്റുമായിരുന്നാ? അവൾക്ക് ഒരു കുഴപ്പമില്ലടാ, എത്ര വേണമെങ്കിലും പണി ചെയ്തോളും. നീ വെറുതെ ഇങ്ങനെ ഇടങ്ങേറാക്കാണ്ടിരുന്നാ മതി. ഇപ്പൊ കേട്ടില്ലേ? നീയല്ലേ പറഞ്ഞത് ഗീതുവിനും അമ്മയ്ക്കൊക്കെ നിന്നെ ഭയങ്കര സ്നേഹമാണ്, ഇഷ്ടമാണെന്നൊക്കെ. അവരിത്രയും നിന്നെ സ്നേഹിക്കുന്നതിന്റെ കാര്യം എന്താണെന്ന് മനസ്സിലായല്ലേ? ഈ വീട്ടിലെ എല്ലാ പണിയും നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി. അവൻ ഗൾഫിലായിട്ടും ഗീതു ഇവിടെ തന്നെ നിൽക്കുന്നതേ ഇവിടെ നിൽക്കുക ഇഷ്ടമുള്ളതുകൊണ്ടല്ല. അവൾക്ക് അവളുടെ വീട്ടിൽ പോയാൽ എല്ലാ പണിയും ചെയ്യേണ്ടി വരും. ഇവിടെ ആകുമ്പോൾ ഒന്നും അറിയണ്ടല്ലോ, എല്ലാം നീ അങ്ങ് ചെയ്യില്ലേ, സമയത്തിന് ഭക്ഷണം കിട്ടും. ഞാൻ എപ്പോഴും നിന്നോട് പറയാറില്ലേ, നീ നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. അവർക്ക് കൈയും കാലും ഉണ്ടല്ലോ. അപ്പൊ ഈ വീട്ടിലെ പണിയൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞ് ചെയ്തല്ലേ. എൻ്റെ ദേവിക്ക് നീ അങ്ങോട്ട് സ്നേഹിക്കുന്ന പോലെയല്ല അവർ നിന്നെ കാണുന്നത്, വെറും വേലക്കാരിയായിട്ടാ. അതുകൊണ്ട് ഇനി ഞാൻ പറയുന്നത് മാത്രം കേട്ടാൽ മതി. എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. ആ സാറേ, ഞാൻ വിളിച്ചതേ കഴിഞ്ഞ ആഴ്ച മനോജ് സാറേ ഇവിടെ മലപ്പുറത്തുള്ള പുതിയ ബ്രാഞ്ചിലേക്ക് കുറച്ച് ദൂരം പോയി നിൽക്കുമോ ചോദിച്ചേ. അപ്പം എനിക്കത് നാട് വിട്ടു പോകാൻ തീരെ ഇഷ്ടമല്ല, കളിയും കാര്യങ്ങളൊക്കെ ആയിട്ടേ. അപ്പം ഞാൻ പോകുന്നില്ല പറഞ്ഞാണ്. അല്ല അവിടേക്ക് ആരെങ്കിലും എടുത്തോന്നറിയോ? അല്ലെങ്കിൽ പിന്നെ ഞാൻ അങ്ങോട്ട് പോട്ടെന്നാ? ഇല്ല എനിക്ക് കുഴപ്പമില്ല. ഇല്ല ഞാൻ പോയിക്കോളാം. ആ പിന്നെ അവിടെ ഫാമിലി റൂമല്ലേ? അല്ല എനിക്ക് വൈഫിനെ കൂട്ടാൻ വേണ്ട. ഓക്കെ ആ താങ്ക് യു. ഞാൻ അങ്ങോട്ടല്ലേ വരണ്ട്. ഓക്കെ ശരി. നിങ്ങളൊക്കെ അങ്ങനെ കേട്ടോ ശരിയല്ലോ.
ഏട്ടാ സീനിയർ അല്ലേ അമ്മേ? കോഴിക്കോട് തന്നെ നിൽക്കാം, മലപ്പുറത്ത് പോകാൻ പറ്റില്ല എന്ന് അവരുടെ അടുത്ത് പറഞ്ഞാൽ പോരായിരുന്നോ? ഇതിപ്പോ അവർ പറയുമ്പോഴത്തേക്കും എന്തിനിപ്പോ അങ്ങോട്ട് പോകാൻ നിന്നത്? എനിക്കൊന്നും അറിയില്ല മോളെ. ഇപ്പൊ കുറെ കാലമായില്ലേ അവൻ ആ കമ്പനിയില്, നല്ല ശമ്പളം ഉണ്ട്. ഇനിയിപ്പോൾ അവർ മലപ്പുറത്ത് എന്തോ പുതിയ ബ്രാഞ്ച് തുടങ്ങണോ പറഞ്ഞാൽ അവന് പോവാതിരിക്കാൻ പറ്റുമോ? അതായിരിക്കും. എന്നാൽ പിന്നെ ഏട്ടിന് മാത്രം പോയാൽ പോരായിരുന്നോ? ഇതിപ്പോൾ നിന്റെ ചേച്ചിനെയും കൊണ്ടുപോയത്, അതിലെ പ്രശ്നമായത്. അവന് വലിയ പോസ്റ്റ് അല്ലേ മോളെ, അപ്പം അതിനനുസരിച്ചുള്ള എന്തോ വീടൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എല്ലാം എണിച്ചുണ്ടാക്കിയിട്ട് പോകാമെന്നും കുട്ടിക്ക് സമയം ഉണ്ടാവില്ല. അതാ ഒരു സഹായത്തിന് വേണ്ടി അവളെ കൊണ്ടുപോയത്. ഓ, ഇവളുടെ പണിയൊക്കെ ഞാനാ ചെയ്യാം. പെട്ടു പോതേമേ. മോളെ, അമ്മ ഇവിടെയൊക്കെ അടിച്ചു വിടാം. മോൾക്ക് തുടയ്ക്കാൻ പറ്റുമോ? അയ്യേ, തുടയ്ക്കാന്ന് എനിക്കാവില്ലമ്മേ. എന്നാൽ കുഴപ്പമില്ല, അമ്മ ഇവിടെ അടിച്ച് തുടയ്ക്കാം. മോളെ അടുക്കളയിൽ കയറിയിട്ട് എന്തെങ്കിലും ഉണ്ടാക്ക്. ഓ, എന്തായി കിടക്കണത് ഇവിടെ. ഇപ്പം ഞാൻ എന്താ ഉണ്ടാക്കുക? ദേവികയെ ചെന്നപ്പോൾ എല്ലാം ഉണ്ടാക്കുമായിരുന്നു. ഇതിനി രാവിലെ ഉണ്ടാക്കണം, ഉച്ചയ്ക്ക് ഉണ്ടാക്കണം, വൈകിട്ട്, രാത്രി. ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. അമ്മോ, ഇത്രയും കാലം പണിയെടുക്കാത്തോണ്ടേ ഒന്നിനും കഴിയുന്നില്ല മോളെ. വിശന്നിട്ട് വയ്യ. എന്തെങ്കിലും ആയിട്ടുണ്ടോ? ഒന്നും ആയിട്ടില്ലമ്മ, ഞാൻ അരിയിടാൻ പോകുന്നേ ഉള്ളൂ. ഇത്രയും നേരമായിട്ട് അരി ഇടുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ ചോറായി കറി ഉണ്ടാക്കിയിട്ട് എപ്പോഴാ കഴിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അമ്മേ. നമുക്ക് ഒന്ന് ഓർഡർ ചെയ്താൽ പോരെ? ഇനിയുള്ള ദിവസങ്ങളിൽ ഇപ്പം എന്താക്കും? ദിവസം ഇങ്ങനെ ഓർഡർ ചെയ്യാൻ പറ്റുമോ? എനിക്കൊന്നും അറിയില്ല, വിശന്നിട്ട് പോയാ. ഞാൻ എന്തെങ്കിലും ഓർഡർ ചെയ്യട്ടെ. എന്താ ചെയ്യാ ദൈവമേ? ദേവി ഉള്ളപ്പോൾ എല്ലാം കറക്റ്റ് സമയത്ത് കിട്ടുമായിരുന്നു. ഇവളെ കൊണ്ടൊന്നും ആവണില്ലല്ലോ. മനു, ഇനി എനിക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല കേട്ടോ. ആ ചേച്ചി പോയിട്ട് ഇപ്പം എത്ര ദിവസമായെന്നറിയോ? ഇവിടെ പണികളെല്ലാം കൂടി ഞാൻ ഒറ്റയ്ക്ക് ആവില്ല. എന്തായാലും നിനക്ക് അവിടെ നിന്ന് പറഞ്ഞാൽ മതി. ഇവിടെ ഒന്ന് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും എൻ്റെ കഷ്ടപ്പാട് എന്താന്ന്. ഓ, അമ്മയുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ട് പോവാൻ നിൽക്കുക. അല്ലെങ്കിലും നീ ഇല്ലാത്ത വീട്ടിൽ ഞാൻ തന്നെ ഇരിക്കേണ്ട കാര്യം? നീ ഒന്നും പറയണ്ട, ഞാൻ വീട്ടിൽ പോയിട്ട് വിളിക്കാം. ശരി മോളെ. ഒന്നാമത് അമ്മയ്ക്ക് വയ്യാണ്ടിരിക്കല്ലേ. ഈ സമയത്ത് നീയും കൂടി പോയാ പിന്നെ അമ്മ ഒറ്റയ്ക്ക് എന്താക്കാനാ? ഞാൻ കല്യാണം കഴിച്ചതേ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഇരിക്കാൻ വേണ്ടിയിട്ടാ. മനു ഇവിടെ ഇല്ലല്ലോ, പിന്നെ എന്തിനാ ഇവിടെ ഇരിക്കേണ്ട കാര്യം? നിങ്ങളെ നോക്കാൻ വേണ്ടിയിട്ടാ. നടന്ന പോലെ തന്നെ. എന്തായാലും മരണം വരുന്ന സമയത്ത് ഞാൻ അങ്ങോട്ട് വന്നോളാം. എത്ര സ്നേഹിച്ചതാ. ഇതെന്താ കുറച്ച് ദിവസമല്ലേ പോയിട്ട് അപ്പോഴേക്കും തിരിച്ചു വന്നിരിക്കണോ? അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നുമില്ലമ്മേ. ഗീത പോയത് ഏട്ടൻ എന്നോട് ഇന്നലെയാണ് പറഞ്ഞത്. പിന്നെ എനിക്ക് അവിടെ നിൽക്കാൻ തോന്നിയില്ല, അതാ ഞങ്ങൾ പെട്ടെന്ന് വന്നത്. അമ്മയ്ക്ക് എന്താ വയ്യേ? കുഴപ്പമൊന്നുമില്ല മോളെ, നടുവിന് നല്ല വേദന. പണി ചെയ്ത് നടുവ് ഒടിഞ്ഞൂല്ലേ? എവിടമ്മേ അവന്റെ പണക്കാരും മരുമകളെവിടെ? ഈ പൈസന്റെ പേരിൽ മനുഷ്യന്മാർ ഒരിക്കലും അളക്കരുതമ്മേ. ഗീതു പോയിട്ട് ഒരാഴ്ചയായിട്ട് ഞാൻ മനഃപൂർവ്വം ഇവളോട് പറയാതിരുന്ന. ഇന്നലെ എന്തോ ഇതിൽ പറഞ്ഞു പോയി. അപ്പം മുതൽ എനിക്ക് അവിടെ ഇരിക്കാൻ സൗകര്യം തന്നിട്ടില്ല. അമ്മ ഇവിടെ ഒറ്റയ്ക്കാണ്, എല്ലാ പണിയും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല, എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരണം പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ട് വന്നതാ. അമ്മ ഇവള് നിങ്ങളോട് കാണിക്കുന്ന സ്നേഹമില്ല, അത് ജെന്യുവനാണ് മേ, ഭയങ്കര ആത്മാർത്ഥയാണ്. നിങ്ങളല്ലേ പൈസ ഇല്ല അവന്റെ പാവത്തിന് വേലക്കാരനെ പോയി കണ്ടത്. പക്ഷെ അവൾ അങ്ങനെയല്ല കേട്ടോ, സ്വന്തം അമ്മയായിട്ട് തന്നെ കാണുന്നത്. പൈസക്കാരും മരുമകളാണ് പറഞ്ഞിട്ട് പൊന്തിച്ച് നടന്നല്ലോ. ഇപ്പൊ എവിടെ? ഒരു ആപത്ത് വന്നപ്പോ അവള് മൂടും തട്ടി പോയില്ലേ? അമ്മ ഈ പൈസന്റെ പേരിലേ മരുമക്കൾ ഒരിക്കലും അളക്കാൻ നിൽക്കല്ലമ്മേ. അവസാന കാലത്ത് ആരാ കൂടെ ഉണ്ടാകുന്നേ പറയാൻ പറ്റില്ല. ഏട്ടാ മതി, ഒന്ന് നിർത്ത്. ഈ സമയത്താണോ അവൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പറയുന്നത്? തീരെ വയ്യാത്തിരിക്കല്ലേ? ഏട്ടൻ ഇന്നലെ തിരിച്ചു പോകണം പറഞ്ഞതല്ലേ? അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്ക്. അമ്മ പോയി റെസ്റ്റ് എടുത്തോ, ഞാൻ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടായിക്കൊണ്ടുവരാം. അവൻ പറഞ്ഞത് ശരിയല്ലേ മോളെ? പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ നിന്റെ വീട്ടുകാരന് ഈ അമ്മ ഒരുപാട് താഴ്ത്തി കെട്ടിയിട്ടുണ്ട്, കുറേ ദ്രോഹിക്കുകയും ചെയ്തു.
പക്ഷെ അതൊന്നും മനസ്സിൽ വെക്കാണ്ട് അമ്മയ്ക്ക് വയ്യ പറഞ്ഞതും എൻ്റെ മോൾ ഓടിയെത്തിയില്ലേ. എത്ര പൈസ കൊടുത്താലും ഈ സ്നേഹമൊന്നും വിലയ്ക്ക് വാങ്ങിക്കാൻ പറ്റില്ല. നിന്നെ മനസ്സിലാക്കാൻ എനിക്ക് വൈകിപ്പോയി. എന്നോട് ക്ഷമിക്കും മോളെ.